തകർന്നതിന് പിന്നാലെ അമേരിക്കൻ ബാങ്കായ സിലിക്കൺ വാലി ബാങ്ക് ഏറ്റെടുക്കുന്നതിന് താൽപര്യം പ്രകടിപ്പിച്ച് ട്വിറ്റർ. ബാങ്ക് ഏറ്റെടുക്കണമെന്ന റേസർ സിഇഒ മിൻ ലിയാങ്ങിന്റെ ട്വീറ്റിനുള്ള മറുപടിയായാണ് മസ്ക് താൽപര്യം പ്രകടിപ്പിച്ചത്. ബിസിനസ് സ്റ്റാർട്ടപ്പുകൾക്ക് ധനസഹായം നൽകുന്ന അമേരിക്കയിലെ സിലിക്കൺ വാലി ബാങ്ക് അടച്ചുപൂട്ടിയതായി വെള്ളിയാഴ്ചയാണ് US റെഗുലേറ്റേഴ്സ് പ്രഖ്യാപിച്ചത്. ബാങ്ക് പൂട്ടിയതോടെ $175 ബില്യൺ നിക്ഷേപവും കാലിഫോർണിയ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ പ്രൊട്ടക്ഷൻ ആൻഡ് ഇന്നൊവേഷൻ ഏറ്റെടുത്തിരുന്നു. ഇതിനു പിന്നാലെയാണ് അമേരിക്കൻ ഗ്ലോബൽ ഗെയിമിംഗ് ഹാർഡ്വെയർ നിർമ്മാതാക്കളായ റേസറിന്റെ സഹസ്ഥാപകനും സിഇഒയുമായ റേസർ സിഇഒ മിൻ ലിയാങ് ടാൻ ഇലോൺ മസ്ക് ബാങ്ക് ഏറ്റെടുത്ത് ഡിജിറ്റൽ ബാങ്ക് ആക്കണമെന്നാവശ്യപ്പെട്ട് ട്വീറ്റ് ചെയ്തത്. ഈ ട്വീറ്റിന് മറുപടിയായാണ് ബാങ്ക് ഏറ്റെടുക്കാനുള്ള താൽപര്യം ട്വിറ്റർ സിഇഒ ഇലോൺ മസ്ക് പ്രകടിപ്പിച്ചത്. തനിക്ക് ആ ആശയത്തോട് തുറന്ന സമീപനമെന്നായിരുന്നു മസ്കിന്റെ മറുപടി. 2008 ശേഷം ബാങ്കിംഗ് മേഖലയിലുണ്ടാകുന്ന ഏറ്റവും വലിയ തകർച്ചയാണ് സിലിക്കൺ വാലി ബാങ്കിന്റേത്. US ബോണ്ടുകളിലായിരുന്നു സിലിക്കൺ വാലി നിക്ഷേപം നടത്തിയിരുന്നത്. വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിന് ഫെഡറൽ റിസർവ് കഴിഞ്ഞ വർഷം മുതൽ പലിശ നിരക്ക് ഉയർത്തിയതോടെ ബോണ്ടുകളുടെ മൂല്യം കുത്തനെടിഞ്ഞു. പിന്നാലെ നിക്ഷേപങ്ങൾ പിൻവലിക്കുകയും ചെയ്തു. ഇതിലൂടെ $2 ബില്യൺ നഷ്ടമാണ് ബാങ്കിനുണ്ടായത്. അതേസമയം സാമ്പത്തിക മാന്ദ്യത്തിന്റെ സൂചനയായും ബാങ്കിന്റെ തകർച്ചയെ വിലയിരുത്തുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.